പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ തുടങ്ങാം അല്ലേ? അന്ന കൈമ കിട്ടിയ പീ സർബത്ത് പിന്നെ ബാക്കി വന്ന ചണ്ടി പോലെ ഇല്ല ബർക്കത്ത് മുന്നപ്പെട്ട ഒന്നും പഞ്ഞ വേക്കത്ത് വെറുതെ തൊള്ളയിറക്കിയ ചള്ള പൊളിയോ നോക്കോ മേപ്പെട്ട് ആ കാണാണ് കിലവഴിഞ്ഞ് പുഞ്ച അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല. നല്ല ശബ്ദം, നല്ല വിറ്റാണ് ആള്, ഭയങ്കര വിറ്റാണ്. അങ്ങനെ മർമല വാട്ടർഫാൾസിലേക്കുള്ള വേയിലേക്കാണ്. എവിടെയോ എന്തോ ഒരു തകരാറ്. ബാക്കി വന്ന ചണ്ടി ഞാൻ പോകുന്നു. ഉണ്ട കൊടുങ്ങും പഞ്ഞ വേക്കട്ട് വെറുതെ തൊള്ളയിറക്കിയ ചള്ള പൊളിയോ നോക്കോ മേപ്പെട്ട്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹെറിറ്റേജിൻ്റെ കൂടെ ഇലവഞ്ചി പൂഞ്ചിനാണ് പോകാൻ. ഇതൊക്കെയാണ് നമ്മുടെ കൂടെ വരുന്ന ബഡ്ഡീസ്. ഈ പറ്റി നമ്മുടെ ആയിത്തിറക്കുന്നുണ്ടായിരുന്നതാണ്. ഇവരൊക്കെ നമ്മുടെ പുതിയ മെമ്പേഴ്സാണ്. നമ്മളിപ്പോൾ ഉള്ളത് കൊരട്ടിയിലെ ആര്യാസ് ഹോട്ടലിലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇതാണ് നമ്മുടെ സംഗീത ചേച്ചി മോളും. അപ്പോൾ നമ്മുടെ റൈഡിൻ്റെ കോർഡിനേറ്റർ രണ്ട് ബാക്കി എത്തിയിട്ടാണ് 6 മണിക്ക് റൈഡ് ഇറങ്ങാമെന്ന് തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ആര്യാസിൽ എല്ലാവരും എത്തിയപ്പോൾ 7 മണിയായി. പിന്നെ ഫുഡ് അടിച്ച് എവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 8 മണിയായി. ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. മുട്ടുക്കത്തെ കാറ്റാണ് വിരിഞ്ഞ് പറ്റി നമ്മുടെ ബ്രിട്ടീഷാണ്. ഇതാണ് ഇലവഴിഞ്ഞ് പൂഞ്ചിറ. ഇതൊരു ഈ റൈഡർ റപ്പനും മോനെ നമ്മൾ ആ താഴെ വെച്ച കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. വാ ആ സൈഡ് കോട കയറിക്കൊണ്ടിരിക്കും. അങ്ങ് ടോപ്പിലേക്ക് പോകുമ്പോൾ ഗൈസ്, ടോപ്പിലേക്ക് പോകണം. ഈ അപ്പനും മോനും നമ്മുടെ ഒപ്പം റൈഡിന് വന്നവരാണ്. നിങ്ങളെവിടെ? എവിടെ നിന്നാ? ആ കാണുന്ന അറ്റാണ് ഇലവഴിഞ്ഞ് പൂഞ്ചിറ. എന്താ പറയണ്ട്? ഞാനൊന്നും പറയുന്നില്ല. ഓ ജീപ്പൊക്കെ വലിയ അയ്യോ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കഴിച്ച്. നടന്ന് കാലിൽ ഉപ്പടളക്കി തോന്നുന്നു. എന്താണ് ഈ മലയെക്കുറിച്ച് എന്ത് പറയാനുള്ളത്? നീ നിന്നെ തന്നെ എടുക്കരുത്. ആ വളരെ നല്ലൊരു അനുഭവമാണ്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണോ? അതെ, ആദ്യത്തെ എക്സ്പീരിയൻസ്. ഇതാണ് ഇലവഞ്ചി പൂഞ്ചിറയുടെ ഷൂട്ടിംഗ് സ്ഥലം. ഇവരൊക്കെയാണ് ഗൈസ് നമ്മുടെ കൂടെ വന്നത്. രാവിലെ ഏകദേശം ഒരു 8-7:30 ആയിക്ക് ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങളിവിടെ ഒരു 10 മണിയായപ്പോൾ എത്തി ഗൈസ്. ഭയങ്കര കാറ്റാണ് ഗൈസ് ഇവിടെ നിന്നാൽ. കാറ്റടിച്ചിട്ട് നല്ല സീനായിരുന്നു. പറന്നു പോകണ രീതിക്ക് കാറ്റായിരുന്നു. അങ്ങനെ അവിടുത്തെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഇവരൊക്കെയാണ് അവർ ഞങ്ങളുടെ കൂടെ വന്ന് റൈഡേഴ്സ്. അങ്ങനെ ഗൈസ് ഇലവഴിഞ്ഞി പൂഞ്ചിറയും കണ്ടു. ഇലവഴിഞ്ഞി പൂഞ്ചിറ ഷൂട്ടിംഗ് ലൊക്കേഷനും കണ്ടു. കുറേ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉപയോഗിച്ചേക്കണ കുറേ കല്ലുകൾ, അവിടെ ഫേക്ക് കല്ലുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കല്ലിൻ്റെ മേലെ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നവർ സൂക്ഷിക്കണം, അത് ഫേക്ക് ആയിരിക്കും. ഈ കല്ല് ഒരുമാതിരി മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് പെട്ടെന്ന് പൊട്ടി താഴത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് ഗൈസ്. സൂക്ഷിച്ച് കണ്ടൊക്കെ കല്ലുമ്പോൾ കയറാം. ഇങ്ങോട്ട് കയറി വരാനുള്ള ബുദ്ധിമുട്ട് ഇങ്ങോട്ട് ഇറങ്ങുമില്ലെന്ന് തോന്നുന്നു. ഇവിടെ കിടന്ന് അങ്ങോട്ട് ഉരുണ്ടാൽ മതി, താഴെ എത്തുന്നു എന്തായാലും ഉറപ്പാണ്. ആ കാണുന്ന മലയുടെ അപ്പുറത്താണെങ്കിൽ കല്ല് സ്ഥിതി. ഇവിടെ നേരെ നമ്മൾ ഇനി വാഗമണിലൊക്കെ പോകണം.
ഉള്ളത് ഇവിടെ വാഗമണ്ണാണുള്ളത് ഗൈസ്. ഈ ഓടിച്ചാടി വരുന്ന പുള്ളിയാണ് ജിമ്മാൻ. അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിൽ എത്തുന്നതിന് മുന്നേ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. ഇപ്പോൾ വാഗമണ്ണിലൊരു ലേക്കിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ് ഗൈസ്. അങ്ങനെ ഇത്രയും ബൈക്കുകളാണ് ഗൈസ് നമ്മുടെ ഈ റൈഡിനുള്ളത്. ബൈക്ക് ഇരുന്നുകൊണ്ട് പോസിങ്ങാണ്, പോസിങ്. പിന്നെ നേരെ ലേക്കിലേക്ക് ചാടാം. അങ്ങനെ ഞങ്ങൾ പുഴയിൽ ചാടാൻ പോവുകയാണ്. ചാടി രക്ഷിക്കാനായിട്ട് ലൈഫ് ഗാർഡ്. അതെ, കാറ്റാണ്. വീഡിയോ റെക്കോർഡിംഗ് ഇതിന്റെ ഒക്കെ കാലം കഴിഞ്ഞു. പണ്ടല്ലേ ഇവിടെ നിന്നുകൊണ്ട് വിലപേശലാണ് കഴിച്ച്. നമ്മുടെ വെള്ളം അവിടെ കിടക്കുന്ന വഞ്ചിനേക്കാളും പൈസ കൂടുതലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം വിലപേശി ബോട്ടിങ്ങിൽ കയറി. ഹൈക്കിങ്ങും ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ അങ്ങനെ മർമല വാട്ടർഫാൾസിലേക്കുള്ള വേയിലേക്കാണ്. അവിടെ നിന്ന് 30 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നടത്താം 400 മീറ്റർ ഇവിടെ നിന്ന് നടക്കാം. നടന്ന് ശീലമുള്ളതല്ലേ. നമുക്ക് ഓഫ് റോഡ് ചെയ്യാം നിങ്ങൾ അല്ലേ. വഴികാട്ടിയായിട്ട് ഈ ചേട്ടൻ മുമ്പിൽ പോണ്ടി. ഇതിലിറങ്ങാല ഷോർട്ട് കട്ടാണോ അത്? ഇതിലിറങ്ങാല വേണ്ട. അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. പക്ഷെ ഇവിടെ നിന്നല്ല. പക്ഷെ അതിൽ വിചാരിക്കും അവിടെ നിന്ന് തന്നെ വെള്ളം ഇല്ല. ഇവിടെ ഒരു വെള്ളച്ചാട്ടമില്ലേ. എന്തോരം പേരാ ഇതൊക്കെ, നിറച്ച ആൾക്കാരാ. അതിരപ്പള്ളിയിലേക്ക് പോണ വഴിയിൽ വെള്ളച്ചാട്ടം കാണില്ല. നമ്മൾ അവിടെ നിന്ന് വെള്ളച്ചാട്ടം കണ്ടല്ല. ആനനെ കണ്ടില്ല നമ്മള്. അതാണ് മർമല. ഞാനിവിടെ നിൽക്കാൻ വന്ന പെട്ടു. ഈ കാണുന്ന അരുവി, ഇതിനകത്ത് ക്ലാരിറ്റി ഇല്ലട്ടാ. ഞാൻ വീഡിയോ എടുക്കുന്ന അതാണ് നമ്മുടെ റൈഡിന്റെ കോർഡിനേറ്റർ മാത്യു. വാ നമ്മ വഴിയേണ്ടതും ദീവര അസുരദേവരാഗ. അയ്യോ ഇല്ല വഴിയില്ല. ആ കാണുന്ന മല വഴി യൂട്ടനെ മേഖല പോയി നിൽക്കാം. മർമല വാട്ടർഫാൾസും കണ്ട് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. ഗാർഡിന് ചാറ്റയും പറഞ്ഞു. ശരി കേട്ടോ, അടുത്ത കാലം വരാം. പറഞ്ഞ പൊക്കല്ലേ. അങ്ങനെ കല്ലിടുക്കിൽ കൂടെ ഞങ്ങൾ അങ്ങനെ നടന്ന് ബാത്തിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു അരുവി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ലോകപ്രശസ്തമായ അരുവിയാണെന്ന്. ഇത് തിരിച്ചിറങ്ങാൻ പറ്റില്ല. ഇനി വെള്ളച്ചാട്ടം കഴിഞ്ഞ് അടുത്ത സാഹസത്തിലോട്ട് പോവുകയാണ്. ഇതിലേ ഇറങ്ങി വേണം ഇങ്ങോട്ട് പോകാൻ. ഇറങ്ങി ചേച്ചി ആദ്യം ഇറങ്ങിക്കോ.
എങ്ങാനും തലയിൽ കുത്തി അങ്ങനെ ഇതാണ് ഗൈസ് മരമല വാട്ടർഫാൾസിൻ്റെ താഴെയുള്ള അരുവി. നിങ്ങളോട് അങ്ങനെ അവിടെ കുറേ നേരം വെള്ളത്തിൽ കളിച്ചപ്പോൾ ഗാഡ് വന്ന് ഞങ്ങൾ ഓടിച്ച് കരക്കുകയും ഫൈനലി ഞാൻ അങ്ങനെ വീടെത്തി. നല്ലൊരു റൈഡായിരുന്നു. മഴയോടെ ഉണ്ടെങ്കിൽ നൈസായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ കാണുന്നവർ സബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.